അപ്പൊ നമ്മൾ ഇന്നത്തെ സെക്ഷന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത്, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പ്രിലിംസ് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കണ്ടന്റ് ബിൽഡ് ചെയ്യണം. അത് എങ്ങനെ അപ്ലൈ ചെയ്യും എന്ന് മനസ്സിലാക്കണം. അങ്ങനെ മാത്രമേ നമ്മൾ പ്രിലിംസ് കയറത്തുള്ളൂ. ഈ ബേസിക് കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞ ബുക്കുകൾ, ആ ഒരു 7-8 ബേസിക് ടെക്സ്റ്റ് ബുക്കുകൾ, അത് തറവായിട്ട് പഠിച്ചു വെക്കണം. അത് തറവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ റിവേഴ്സ് ചെയ്ത് അതിൽ ഓരോ കാര്യവും നമുക്ക് ഈ പറഞ്ഞ പോലെ വളരെ ഫെമിലിയർ ആക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നതാണ് അതിന്റെ ആപ്ലിക്കേഷൻ. ഇന്നത്തെ ഈ സെഷന്റെ ഒരു പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ അത് നിങ്ങൾ ശരിക്കും എക്സാമിന് ഇരുന്ന് വിചാരിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ കരുതുക അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്, അത് പഠിക്കാത്തത് കൊണ്ടാണ് ആൻസർ ചെയ്യാൻ പറ്റാത്തതെന്ന്. ആക്ച്വലി നമുക്ക് പ്രിലിംസ് പഠിച്ചുണ്ടാക്കുന്ന നോളജിന് ഒരു പരിമിതി ഉണ്ട്. നമുക്ക് ഒരു പോയിന്റിന് അപ്പുറം എത്ര പഠിച്ചു കഴിഞ്ഞാലും അതുകൊണ്ട് ഒരു യൂസ് ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചു തീർക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്, വളരെ വാസ്റ്റ്, ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തറവാക്കി വെക്കുക. ഇപ്പൊ എക്കണോമിക്സ് തന്നെ ഇഷ്ടംപോലെ ടേമുകളുണ്ട്, ഓരോരോ ടെർമിനോളജികൾ, ഡെയിലി ഓരോരോ പുതിയ പുതിയ ടെർമിനോളജികൾ എക്കണോമിക് സബ്ജക്റ്റിൽ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ UPSC എല്ലാ വർഷവും ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ്. ആ മാക്രോ എക്കണോമിക് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള സാധനങ്ങൾ മാത്രമാണ് ചോദിക്കുന്നത്. അതിന്റെ ആപ്ലിക്കേഷൻ ആണ് എപ്പോഴും ഈ ക്വസ്റ്റ്യൻസിന്റെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഫിസിക്കൽ പോളിസി എന്താ, മോണിറ്ററി പോളിസി എന്താ, അത് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കിയാൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും UPSC ചോദിക്കുന്നത്. അതുകൊണ്ട് ഓൾവേസ് ഫോക്കസ് ഓൺ ദി ബേസിക്സ് ആൻഡ് പ്രാക്ടീസ്. അത് മാത്രമേ ഉള്ളൂ പ്രിലിംസ് കയറാനായിട്ടുള്ള ഒരു വഴി. അപ്പം ഈ സെഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2012 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് നമ്മളത് ലൈവ് ആയിട്ട് ആ ഓരോ ക്വസ്റ്റിനെ അനലൈസ് ചെയ്ത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ആ ഓരോ ക്വസ്റ്റ്യൻ എടുക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ അത് ആ ബേസിക് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണോ വന്നത്, അല്ലെങ്കിൽ അത് ആപ്ലിക്കേഷൻ ലെവലിലുള്ളതാണോ എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോവാം. അപ്പം ഒരു കുറച്ച് റെഗുലർ ആയിട്ട് നിങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും ഈ പറഞ്ഞ പോലെ അതിന്റെ ഒരു വൈൽഡ്നെസ് എടുക്കണോ, ഇല്ലെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നതാണോ, അങ്ങനെയൊക്കെ ഒരു ബേസിക് കൺവിക്ഷൻ നിങ്ങൾക്ക് ഈ ക്ലാസ്സിലൂടെ കിട്ടും. പിന്നെ ഈ ക്ലാസ്സിന്റെ അകത്ത് ഈ ക്ലാസ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് രണ്ട് രീതിയിലായിരിക്കും ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. അതില് ഒന്നാമത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ആ ഒരു സ്കിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ടാണ്. നിങ്ങൾ പഠിച്ചു വെച്ച കാര്യം എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ അനാലിസിസ് കഴിയുമ്പോഴേക്കും മനസ്സിലാവും. ഇതിന്റെ കൂടെ തന്നെ നിങ്ങളത് പ്രാക്ടീസ് കൂടി ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യും. UPSC ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യും. കഴിഞ്ഞ വർഷത്തെ ഇപ്പൊ ഈ 2021 എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പില് ഏകദേശം എട്ട് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിടപ്പുണ്ട്. ഈ 8 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നായിട്ട് ഒരു 7-8 ചോദ്യമെങ്കിലും റിപ്പീറ്റ് ചെയ്യും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ 8 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചു കഴിഞ്ഞാൽ 8 ക്വസ്റ്റ്യൻ കിട്ടും ഉണ്ടെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ ആ ഒരു സക്സസിനെ ഡിറ്റർമൈൻ ചെയ്യാൻ പോകുന്ന സാധനം. പക്ഷെ ആ ക്വസ്റ്റ്യൻ ആൻസർ ശരിക്കും റിപ്പീറ്റ് ചെയ്യില്ല. പലപ്പോഴും UPSCയുടെ ആ ഒരു രീതി എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ ഓപ്ഷൻസ് അടുത്ത വർഷത്തെ ക്വസ്റ്റ്യൻസിലെ ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, ക്വസ്റ്റ്യന്റെ മെയിൻ ഏരിയ ആയിട്ട് വരാം. ഒരു വർഷത്തെ ക്വസ്റ്റ്യനിലെ ഓപ്ഷൻസോ ഇല്ലെങ്കിൽ അതേപോലെയുള്ള ടേമുകളോ തൊട്ടടുത്ത വർഷത്തെ ക്വസ്റ്റ്യനിലെ മെയിൻ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഇപ്പം ലിസ പാത്ത്ഫൈൻഡർ ഇതിന് മുമ്പത്തെ വട്ടത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ആ സ്റ്റേറ്റ്മെന്റുകളുടെ അകത്ത് ഉള്ളൊരു സാധനമായിരുന്നു പാത്ത്ഫൈൻഡർ എന്ന് പറയുന്നത്. അത് ഈ വട്ടം ആ പാത്ത്ഫൈൻഡർ എന്ന് പറയുന്നത് ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പൊ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് പോലെ ആ ഒരു ഉത്തരത്തിലേക്ക് എങ്ങനെ എത്താം എന്നുള്ള ആ ഒരു സ്ട്രാറ്റജി, നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ബിൽഡ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ അറിയാത്ത ടേമുകളും ആ സ്റ്റേറ്റ്മെന്റ് ഓപ്ഷനുകളും തറവാക്കി പഠിച്ചു വെക്കുക. പറഞ്ഞ 10-12 ക്വസ്റ്റ്യൻസ് വരെ ഈ പ്രീവിയസ് ഇയർ ടേംസ് ആൻഡ് ടെർമിനോളജീസ് കൊണ്ട് ഉണ്ടായ വർഷങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ആ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ പഠിക്കുമ്പോഴാണ്. ഇപ്പൊ പോളിറ്റി ലക്ഷ്മികാന്ത് അത് 1600 പേജ് കണ്ടുണ്ട്. ആ 1600 പേജ് പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 10-12 ചോദ്യമാണ്. പക്ഷെ ഈ വെറും 8 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യൻസ് വരെ കിട്ടും. ശരിക്കും അതൊരു വലിയ ഡിഫറൻസ് ഉണ്ടാക്കും. ഇപ്പൊ ശരിക്കും തറവായിട്ട് പഠിച്ചവർക്ക് അറിയാം, പഠിച്ച് പ്രിലിംസ് കയറാത്തവർക്ക് അറിയാം.
പോകുന്നത് 2-3 മാർക്കിന്റെ മാർജിൻ ആയിരിക്കും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, 10 ക്വസ്റ്റ്യൻ ഡിഫറൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കയറിയിരിക്കും. അപ്പൊ അതുകൊണ്ട് റിലീജിയസ്ലി ഈ സെഷൻ അറ്റൻഡ് ചെയ്യുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അത് 2 രീതിയിൽ വേണം യൂസ് ചെയ്യാൻ. ഒന്ന്, ആ ക്വസ്റ്റ്യൻ ഉത്തരത്തിലേക്ക് എങ്ങനെയാണ് നമ്മൾ എത്തുന്നത് മനസ്സിലാക്കുക. പിന്നെ ക്ലാസ്സിൽ ഞാൻ പറയുന്ന ആ ഓരോ സ്റ്റേറ്റ്മെന്റുകളും എടുത്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാക്ടുകൾ ഞാൻ പറയാം. അപ്പൊ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ ഈ 2 രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന അവസാനം. 2013 തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. നമ്മൾ ഓർഡർലി ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്ത് ഈച്ച് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത് പോകും. നമ്മൾ എക്സാം ഹോളിൽ ഇരുന്ന് ക്വസ്റ്റ്യൻസ് കാണുന്ന രീതിയിൽ തന്നെ ഞാൻ പറയാം. വാട്ട് വിൽ ഫോളോ ഇഫ് എ മണി ബിൽ ഈസ് സബ്സ്റ്റാൻഷ്യലി അമെൻഡഡ് ബൈ രാജ്യസഭ? ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ബേസിക് ടെക്സ്റ്റ് ബുക്ക് പഠിച്ച ഒരാൾക്ക് എന്താണെങ്കിലും ഈ ചോദ്യത്തിന്റെ കറക്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാവും. ഇതിന് വേണ്ട ഫാക്ട്സും അവരുടെ കാണും. മണി ബില്ലിനെ ഡിഫൈൻ ചെയ്യുന്നത് ആർട്ടിക്കിൾ 110 വെച്ചാണ്. അതിന്റെ അകത്ത് ലോക്സഭയ്ക്കാണ് മണി ബില്ലിന്റെ കാര്യത്തിൽ പ്രൈമസി. ഒരു മണി ബില്ല് രാജ്യസഭയിലായിട്ട് അയച്ചിട്ട് 14 ദിവസത്തിനുള്ളിൽ അവരെന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ പറയണം. ആ ചേഞ്ചസ് ലോക്സഭയ്ക്ക് അംഗീകരിക്കാൻ അത് തള്ളിക്കളയാം. ഏതാണെങ്കിലും 14 ദിവസം കഴിയുമ്പോഴേക്കും മണി ബില്ല് പാസ്സാവും. അപ്പോൾ അത് ആ സ്റ്റേറ്റ്മെന്റ്, ആ ഡയറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇവിടെ തന്നെയുണ്ട്. മണി ബില്ല് രാജ്യസഭ സബ്സ്റ്റാൻഷ്യലി അമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്സഭയ്ക്ക് വേണമെങ്കിൽ പ്രൊസീഡ് ചെയ്യാം, ഇല്ലെങ്കിൽ അത് തള്ളിക്കളഞ്ഞിട്ട് ആ ബില്ലങ്ങ് പാസ്സാക്കാം. ആൻസർ എ ആണ്. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Which one of the following statement is correct? In India, the same person cannot be appointed as governor for 2 or more states at the same time. The judges of the High Court of State in India are appointed by governor of state, just as judges of Supreme Court are appointed by the president. ഇതിന്റെ അകത്ത് ഗവർണർ, പിന്നെ അതേപോലെ ചില പൊളിറ്റിക്കകത്തെ ടോപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് വന്നിരിക്കുന്നത്. ഇതും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. D2 ആ പോളിറ്റി തറവാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അറിയാവുന്നതേ ഉള്ളൂ. ഗവർണറിന്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 153 to 162 വരെയാണ്. അതിന്റെ അകത്ത് ആർട്ടിക്കിൾ 153 അത് പറയുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there shall be a governor for each state എന്നാണ്. And one person can be appointed as governor for 2 or more states-ഉം അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പം പോളിറ്റി ലക്ഷ്മികാന്ത് വായിച്ച ഒരാൾക്ക് അതിൻ്റെ അകത്ത് ഒരു കൺഫ്യൂഷനും വരത്തില്ല. Which one of the statement is correct? ഇത് തെറ്റാണ്. A. Judge of the High Court of State in India are appointed by the governor of state, just as judges of Supreme Court are appointed by president. ഹൈക്കോടതി ജഡ്ജസിനെ ആരെ അപ്പോയിന്റ് ചെയ്യുന്നത് എന്നുള്ളതും അതൊരു ഡയറക്റ്റ് ഫാക്ട് ആണ്. ലക്ഷ്മികാന്ത് പഠിച്ച ഏതൊരാൾക്കും അതറിയാം. അത് പ്രസിഡന്റ് തന്നെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഹൈക്കോടതി ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ജസ്റ്റ് ലൈക്ക് ഹി അപ്പോയിന്റ്സ് ജഡ്ജസ് ആൻഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട്. അപ്പം ഇതും തെറ്റാണ്. In case of union territory having a legislative setup, the chief minister is appointed by lieutenant governor on the basis of majority support. അപ്പം ഇതും നമുക്ക് ഡയറക്റ്റ് അറിയാവുന്ന ഒരു ചോദ്യമാണ്. ഇവൻ ലക്ഷ്മികാന്തിൽ അറിയില്ലെങ്കിൽ പോലും നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. ഇപ്പം ഡൽഹിയിലെ കാര്യവും പുതുച്ചേരിയിലെ കാര്യവും ഒക്കെ വെച്ച് നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്, ലഫ്റ്റനന്റ് ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഏജന്റ് ആയിട്ടാണ് യൂണിയൻ ടെറിട്ടറീസിലെ ലഫ്റ്റനന്റ് ഗവർണർ ആക്ട് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ അകത്തെ കറക്റ്റ് ആയ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നോ പ്രൊസീജിയർ ഹാസ് ബീൻ ലേഡ് ഡൗൺ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഫോർ ദ റിമൂവൽ ഓഫ് ഗവർണർ ഫോർ ഹിസ് ഓർ ഹെർ പോസ്റ്റ്. ഗവർണറിനെ എങ്ങനെ റിമൂവ് ചെയ്യണം എന്നുള്ളതിന് കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് ഒന്നും പറയുന്നില്ല. അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. അവർക്ക് തോന്നുമ്പം ചെയ്യാം, ഇല്ലാത്തപ്പോ ചെയ്യാതിരിക്കാം. അവരുടെ ഡിസ്ക്രിപ്ഷൻ ആണത്. സി ആണ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അതുപോലെ നമ്മൾ ജോഗ്രഫിക്കകത്ത് വരുന്ന കാര്യങ്ങളും ഇപ്പൊ പത്രത്തിന്റെ അകത്ത് വരുന്ന ഒക്കെ നമ്മൾ അതുപോലെ അപ്ഡേറ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ അത് കിട്ടാനുള്ള സാധ്യതയുള്ളൂ. ഇതുപോലുള്ള ചോദ്യങ്ങൾ, ഈ തേർഡ് ക്വസ്റ്റ്യൻ പോലുള്ള ചോദ്യങ്ങൾ ഒരു 8-10 വരെ വരാം. മാക്സിമം ഒരു 12-13 വരെ വരാം. അതിൽ കൂടുതൽ
ഈ തേർഡ് ക്വസ്റ്റ്യൻ പോലുള്ള ചോദ്യങ്ങൾ ഒരിക്കലും വരില്ല. പിന്നെ അതിലുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അബിസിനിയൻ പ്ലാറ്റ്യൂവും പറ്റഗോണിയൊക്കെ പിന്നെയും ഈ ഫാക്ടുകൾ നമ്മുടെ പ്രിലിംസ് ടെസ്റ്റിന്റെ അകത്ത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. കാരണം അതുപോലെ ഒരു 10-15 ക്വസ്റ്റ്യൻ വന്നാൽ പോലും നമുക്കൊന്നും സംഭവിക്കാനില്ല. ബാക്കി 85 ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ പോലെ ഡയറക്ട് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ നമ്മൾ കോമൺ സെൻസിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളുമാണ് ഉള്ളത്. 85 എന്ന് പറയുമ്പോൾ 170 മാർക്കിനുള്ള ചോദ്യം അപ്പുറത്ത് കിടപ്പുണ്ട്. കട്ട് ഓഫ് എന്ന് പറയുന്ന ഓർക്കണം വെറും 95 മാർക്കേ 95 മാക്സിമം 100 മാർക്കൊക്കെ ഈയിടെയായിട്ട് പ്രിലിംസിന് വരാറുള്ളൂ. ചരിത്രത്തിൽ വന്നിട്ടുള്ളത് എനിക്ക് 114 എന്താണ്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഒരിക്കലും പാനിക് ആവരുത്. ആ എക്സാം ഹോളിൽ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ആ ഒരു കമ്പോസർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തോന്നും. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് അതൊന്ന് വിട്ട് കഴിഞ്ഞാൽ പോലും കുഴപ്പമില്ല. വിട്ടില്ലെങ്കിൽ പോലും ഞാനില്ല പറഞ്ഞ പോലെ ഇപ്പൊ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് ഒരു ഗസ്റ്റ് വർക്ക് ഒരു 4 ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ ആൻസർ ചെയ്ത് അതിന്റെ 3 എണ്ണം തെറ്റിപ്പോയാൽ പോലും നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. അതേസമയം ഒരെണ്ണം കൂടെ ആയി കഴിഞ്ഞാൽ നെറ്റ് 2 മാർക്ക് അടുത്ത് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. മേ ബി അതായിരിക്കും നിങ്ങളുടെ ആ ഒരു സക്സസിനെ ഡിറ്റർമൈൻ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് പിന്നെയും വായിച്ച് ആൻസർ ചെയ്യാൻ പറ്റാൻ എന്തെങ്കിലും ഒരു സ്കോപ്പ് ആൻസർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പം ഇതിന്റെ അകത്ത് അബീസിനിയൻ പ്ലാറ്റ്യൂ, ഈ അബീസിനിയൻ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത് ആഫ്രിക്കയിലാണ്. ആഫ്രിക്കയിലെ എത്യോപ്യയിലാണ് അബീസിനിയൻ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്. ഇതിനെ ഈ അബീസിനിയൻ പ്ലാറ്റ്യൂ എന്ന് വിളിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലെ എത്യോപ്യയെ പണ്ട് വിളിച്ചിരുന്ന പേര് അബിസീനിയ എന്നായിരുന്നു. അപ്പം ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അബിസീനിയൻ പ്ലാറ്റ്യൂവിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരുപാട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിവറുകൾ നമ്മുടെ ബ്ലൂ നൈലൊക്കെ ഇല്ലേ, ബ്ലൂ നൈലൊക്കെ ഈ അബിസീനിയൻ പ്ലാറ്റ്യൂവിനെ കട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ ഈ ഗ്രാൻഡ് റിനൈൻസൻസ് ഡാം ഈജിപ്ത്, സുഡാൻ, എത്യോപ്യ അവരുമായിട്ടുള്ള ഈ റിനൈൻസൻസ് ഡാമിന്റെ കാര്യത്തിൽ ഒക്കെ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു പേരാണ് അബിസീനിയൻ പ്ലാറ്റ്യൂ. പണ്ടോട്ടേ കേൾക്കാറുള്ള ഒരു പേരാണ്. അപ്പൊ അത് എത്യോപ്യയിലാണ്. ബ്ലൂ നൈൽ പോലുള്ള റിവറുകൾ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അറ്റ്ലസ് മൗണ്ടൻ, ഈ അറ്റ്ലസ് മൗണ്ടൻ റേഞ്ച് നിൽക്കുന്നതിനെ നമ്മൾ വിളിക്കുന്നത് മഗ്രത്ത് റേഞ്ച് എന്നാണ്. നിൽക്കുന്ന ആ ഒരു ഏരിയയെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് വെസ്റ്റ് ആഫ്രിക്കയിലായിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. നോർത്ത് വെസ്റ്റേൺ ആഫ്രിക്കയിലാണ് ഈ അറ്റ്ലസ് മൗണ്ടന് ഉള്ളത്. അപ്പം ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാലേ നമ്മുടെ മെഡിറ്ററേനിയനും അതുപോലെ തന്നെ അറ്റ്ലാന്റിക് കോസ്റ്റ് ലൈനും, ഇതിനെ രണ്ടിനെ സഹാറ ഡെസേർട്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ അറ്റ്ലസ് മൗണ്ടൻസ് ആണ്. അതാണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞാല്. അതേപോലെ ഗിയാന ഹൈലാൻഡ്സ്, ഗിയാന ഹൈലാൻഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൗത്ത് വെസ്റ്റേൺ ആഫ്രിക്കയിലല്ല, പകരം അത് സൗത്ത് അമേരിക്കയിലാണ്. പിന്നെ അതുപോലെ തന്നെ വെനിൻസ്വേല, ബ്രസീൽ, കൊളംബിയ അങ്ങനെയുള്ള അവിടുത്തെ സൗത്ത് അമേരിക്കയിലെ പല രാജ്യങ്ങളെ ഈ ഗയാന ഹൈലാൻഡ്സ് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതും അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. അതുകൊണ്ടാണ് ഇതുപോലുള്ള ചോദ്യങ്ങൾ വരുന്നത്. പിന്നെ ഒക്കവാങ്കോ ബേസിൻ, ഈ ഒക്കവാങ്കോ ബേസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൗത്ത് വെസ്റ്റേൺ ആഫ്രിക്കയിലാണ്. സൗത്ത് വെസ്റ്റേൺ ആഫ്രിക്കയിലുള്ള ഒരു ബേസിനാണ് ഒക്കവാങ്കോ ബേസിൻ എന്ന് പറഞ്ഞാല്. പ്രധാനമായിട്ടും 4 രാജ്യങ്ങളിലാണ് ഒക്കവാങ്കോ ബേസിൻ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്: അങ്കോള, ബോട്സ്വാന, നമീബിയ, സിംബാബ്വെ. അങ്കോള, ബോട്സ്വാന, നമീബിയ, സിംബാബ്വെ. അപ്പം ഇതിൽ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി, അറ്റ്ലസ് മൗണ്ടൻ മാത്രമേ ഉള്ളൂ ഈ തന്നിരിക്കുന്നതിൽ ശരി. വിത്ത് റെഫറൻസ് ടു ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ റോക്ക് കട്ട് ആർക്കിടെക്ചർ. ഇപ്പം ഈ ചോദ്യം ആ ഒരു ബ്രോഡർ അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ് നമ്മുടെ അടുത്തുനിന്ന് അവർ ആവശ്യപ്പെടുന്നത്. ഈ നമ്മുടെ തമിഴ്നാട് ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് നമുക്ക് വായിക്കുമ്പോൾ അറിയാം ഭയങ്കര സ്പെസിഫിക് ആയിട്ടുള്ള സാധനങ്ങൾ കുറവാണ്. ഇതിനകത്തൊരു ബ്രോഡ് അണ്ടർസ്റ്റാൻഡിങ് ആണ് ആ ഡൈനാസ്റ്റികൾ എങ്ങനെയാണ് മാറി വരുന്നത്, പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവരുടെ കൾച്ചറൽ കോൺട്രിബ്യൂഷൻസ്, അതൊക്കെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് മാത്രമല്ല നമുക്ക് ഇതിന്റെ അകത്ത് ആൻസറിലേക്ക് എത്താനായിട്ട്. വിത്ത് റെഫറൻസ് ടു ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ റോക്ക് കട്ട് ആർക്കിടെക്ചർ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. അപ്പം ഈ നേരത്തെ ചോദ്യമേ ഇത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ കൂട്ടുന്നത്. അതുകൊണ്ട് നമ്പർ ഇടുന്നില്ല.
ഇത് ദ കേവ്സ് അറ്റ് ബദാമി ആർ ദ ഓൾഡസ്റ്റ് സർവൈവിംഗ് റോക്കറ്റ് കേവ്സ് ഇൻ ഇന്ത്യ. തമിഴ്നാട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന ഒരു സാധനമുണ്ട്. ഈ ബദാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ചാലുക്യാസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരുന്നു ബദാമി എന്ന് പറയുന്നത്. ഈ ചാലുക്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതിനു മുമ്പ് ഒരുപാട് ഡൈനാസ്റ്റികൾ വന്നിരുന്നു. ഈ പറഞ്ഞ പോലെ മൗര്യാൻസും അതേപോലുള്ള ഒരുപാട് ഡൈനാസ്റ്റികൾ വന്നതിന് ശേഷമാണ് ചാലുക്യൻസും സത്വാഹനാസും ഒക്കെ വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റോക്കറ്റ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു സാധനമാണ്. ഈ പറഞ്ഞ പോലെ ആ മൗര്യൻ ടൈമിൽ തന്നെ അശോകനും അതേപോലെ തന്നെ അശോകന്റെ കൊച്ചുമകനായ ദശരഥനും ഒക്കെ ഈ റോക്കറ്റ് ആർക്കിടെക്ചർ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോ നമുക്ക് വി നോ ദാറ്റ് ഫോർ ഷുവർ. ഈ പറഞ്ഞ പോലെ കേവ്സ് അറ്റ് ബദാമി എന്ന് പറയുന്നത് ഒരിക്കലും ഓൾഡസ്റ്റ് ആവാൻ സാധ്യതയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബദാമി കേവ്സ് എംബ്രേസ് ചെയ്യുന്നത് ചാലുക്യാസ് ആയിരുന്നു. 6th to 8th സെഞ്ചുറി വരെ നിലനിന്നിരുന്ന ചാലുക്യൻ എംപയർ ആയിരുന്നു ബദാമീസിനെ പ്രൊമോട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം അവരല്ല ആദ്യത്തേതെന്ന്. അപ്പൊ ആദ്യത്തെ ഏതാ? അത് ശരിക്കും ബരാബർ കേവ്സ് ആണ്. നമ്മുടെ മൗര്യൻസ് ബിൽഡ് ചെയ്ത ബരാബർ കേവ്സ് ആണ് ആദ്യത്തെ റോക്കറ്റ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വായിച്ചേ. ദ ബരാബർ റോക്കറ്റ് കേവ്സ് വർ ഒറിജിനലി മെയ്ഡ് ഫോർ ആജീവികാസ് ബൈ എംപറർ ചന്ദ്രഗുപ്ത മൗര്യ. ഈ ചന്ദ്രഗുപ്ത മൗര്യൻ റോക്കറ്റ് ആർക്കിടെക്ചർ എംബ്രേസ് ചെയ്തിട്ടില്ല. ഈ മൗര്യൻ റോക്കറ്റ് കേവ്സിലെ 99.9% സാധനങ്ങളും പണിതിരിക്കുന്നത് അശോകനും പുള്ളിയുടെ കൊച്ചുമകനായ ദശരഥനും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പം ഇതിന്റെ അകത്തുള്ള ടേം ആജീവികാസ്. ഈ ആജീവികാസ് എന്ന് പറയുന്നത് ആരാ? നമ്മുടെ ബുദ്ധിസവും ജൈനിസവും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ള സാധനമാണ്. ഈ ആജീവികാസ് എന്ന് പറയുന്നത് എന്താ? ഈ ആജീവികാസ് എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിസത്തിന്റെയും ജൈനിസത്തിന്റെയും കൂടെ തന്നെ വന്ന ഒരു അസറ്റിക് സെക്ട് ആണ് ഈ ആജീവികാസ് എന്ന് പറഞ്ഞാല്. അവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവരുടെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നിയതി ഡോക്ട്രൈൻ എന്നാണ്. നിയതി ഡോക്ട്രൈൻ അതായത് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും പ്രീഡെസ്റ്റിൻഡ് ആണ്. ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും പ്രീഡെസ്റ്റിൻഡ് ആണ്. അതായത് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം മാത്രമേ കാര്യങ്ങൾ പോകത്തുള്ളൂ. അങ്ങനെ വിശ്വസിക്കുന്നതാണ് ഈ ആജീവികാസ് എന്ന് പറയുന്നത്. അപ്പം ഈ ആജീവികാസിന് വേണ്ടിയും ഈ അശോകനും ദശരഥനും ഈ കേവ്സ് പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ്, അറ്റ് എല്ലോറ കേവ്സ് വർ മെയ്ഡ് ഫോർ ഡിഫറെന്റ് ഫെയ്ത്ത്. അജന്ത എല്ലോറ കേവ്സ് അത് നമ്മൾ എന്തായാലും കൾച്ചറിൽ വിട്ടുപോകാതെ പഠിക്കുന്ന ഒരു സാധനമാണ്. എല്ലോറ കേവ്സിൽ എല്ലാവരും ഉണ്ട്. അജന്ത കേവ്സിൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിസമാണ് കൂടുതലുള്ളത്. അജന്ത കേവ്സിൽ ബുദ്ധിസം കൂടുതലുള്ളപ്പോൾ എല്ലോറ കേവ്സിൽ എല്ലാവരും ഉണ്ട്. ബുദ്ധിസവും ജൈനിസവും ബ്രാഹ്മണിസവും എല്ലാം അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. പിന്നെ അതിൻ്റെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ ആജീവികാസിന്റെ ഫൗണ്ടിങ് ലീഡർ എന്ന് പറയുന്നത് മക്കലി ഗോസാലയാണ്. മക്കലി ഗോസാല, അതും കൂടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതും ഈ പറഞ്ഞ ഡിഫിക്കൽട്ട് ആയ ഒരു ചോദ്യമാണോ? നമ്മൾ ആ തമിഴ്നാട് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടുണ്ട്. ആ ചാലുക്യാസ്, മൗര്യാസും അങ്ങനെയുള്ളവരുടെ ഒരു അറൌണ്ട് ഒരു ടൈം ലൈനും അവരുടെ കോൺട്രിബ്യൂഷനും അറിയാമെങ്കിൽ നമുക്കിത് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാമായിരുന്നു. ഇതും ഒരു ഈസി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. Question number 5. Recombinant DNA technology allows genes to be transferred. With regarding to science and technology, ഒരു കാര്യം പറ്റില്ല എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. So if it makes sense, then it can be right. If it makes sense, see, there's a high probability that that statement should be right. ആ ഒരു റിസ്ക് നമ്മൾ എടുക്കണം. ഈ പറഞ്ഞ പോലെ കോമൺ സെൻസിക്കലി ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാവാൻ നമ്മളൊരു സാധ്യത കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ശരിയാൻ തന്നെ എടുക്കണം. അങ്ങനെ റിസ്ക് എടുക്കുമ്പോഴേ നമ്മൾ പ്രിലിംസ് കയറത്തുള്ളൂ. പിന്നെ ഈ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കാര്യത്തിൽ സി നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു കാര്യം, ഒരു സാധനം ഇപ്പോ മേ ബി ഇന്ന് അത് വർക്കിംഗ് അല്ലായിരിക്കാം, പക്ഷെ നാളെ അത് അങ്ങനെ തന്നെ ആയിരിക്കണം എന്നില്ല. അപ്പം ഒരു 99.9% ചാൻസും UPSC ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി ഉള്ളത് കൊണ്ടാണ് അവർ ചോദിക്കുന്നത്. കാരണം അത് ഇല്ലാതെ ചോദിച്ച് നാളെ അത് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യന്റെ പ്രസക്തിയെ നഷ്ടപ്പെടത്തില്ലേ. അപ്പം
ഇത്രയും വർഷങ്ങൾക്കിടയ്ക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അതുകൊണ്ട് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് അത് ഉള്ളത് കൊണ്ടായിരിക്കും പലപ്പോഴും UPSC അത് ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്ത് ഇടുന്നത്. അപ്പം ഇതെന്ന് നോക്കിയേ, അക്രോസ് ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് DNA ടെക്നോളജി ഉപയോഗിച്ച് ജീൻസ് എങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യാമെന്ന്. പ്ലാന്റുകൾ തമ്മിൽ ട്രാൻസ്ഫർ ചെയ്യാം, അതെന്തായാലും നമുക്കറിയാം ഫോർ ഷുവർ പറ്റും എന്നുള്ളത്. ഫ്രം അനിമൽസ് ടു പ്ലാന്റ്സ് അത് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വലിയ ഉറപ്പ് കാണത്തില്ല. ഫ്രം മൈക്രോ ഓർഗാനിസം ടു ഹയർ ഓർഗാനിസം ഇത് രണ്ടും ഉറപ്പ് മീൻസ് ഈ പറഞ്ഞ പോലെ ഫോർ എ ഫാക്ട് നമുക്ക് കൃത്യമായിട്ടൊരു ഇവന്റോ കൃത്യമായിട്ടൊരു ഫാക്ടോ നമുക്കത് ഓർത്തെടുക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ സെൻസിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താ പറയുന്നത്, ഇൻഡിസ്പ്യൂട്ടബിളി അത് ഡിനേ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, അത് ഒരിക്കലും സാധ്യമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ അതിന് ഉത്തരവാനുള്ള സാധ്യതയുണ്ട് അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട്, വളരെ പ്ലെയിൻ ആയിട്ട്, വളരെ കോമൺ സെൻസിൽ അങ്ങ് ചിന്തിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഏറ്റവും പ്രോബബിലിറ്റി ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം സാധ്യമാണ് എന്നുള്ളത് തന്നെ. അപ്പം ഇതും ഈ പറഞ്ഞ പോലെ ഒരു ഈസി ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണിത്. Chinese traveler Huangshan who visited India recorded the general condition and culture of India at that time. ഈ ഹുയാങ്സാങ് ഏത് രാജാവിന്റെ അടുത്താണ് വന്നതെന്ന് അറിയാമോ? ഹർഷയായിരുന്നേ. ഹർഷ എംപയറിലെ പ്രധാനപ്പെട്ട രണ്ട് പേരായിട്ട് നമ്മൾ പറയുന്നതാണ്. ഹർഷ എംപയറിലെ രണ്ട് പോയിറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ രണ്ട് ലിറ്റററി സയന്റിഫിക് ഫിഗേഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നതാണ്. ഒന്ന് ഭാനുഭട്ടനും ഒന്ന് ഹുയാങ്സാങ്. അപ്പം ഹുയാങ്സാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും പലപ്പോഴും പലയിടത്തും പുള്ളി ആക്രമിക്കപ്പെടുകയും അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ ബുക്കിന്റെ അകത്ത് പറയുന്നുണ്ട് ഈ കൂടുതൽ സെക്യൂരിറ്റി ഈ കോസ്റ്റ്ലി ഏരിയയിലും അതേപോലെ തന്നെ റിവർ റൂട്ടിലൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടതിനെ പറ്റി. സപ്പോസ് നമുക്കത് അറിയാൻ ഒരു സാധ്യത ഇല്ല എന്ന് വെക്കുക. ആബ്സല്യൂട്ട് ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ്, ദ റോഡ്സ് ആൻഡ് റിവർ റൂട്ട്സ് വർ കംപ്ലീറ്റ്ലി ഇമ്മ്യൂൺ ഫ്രം റോബറി എന്ന് പറയുന്നത്. റോഡുകളിലും റിവർ റൂട്ടിലും ഒന്നും റോബറിയേ ഇല്ല. തൊട്ടടുത്ത സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര റിജിഡ് ആയിട്ടുള്ള ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള പണിഷ്മെന്റുകൾ പല കുറ്റകൃത്യങ്ങൾക്കും ആ നാട്ടിൽ നിലവിലുണ്ടായിരുന്നു എന്നും പറയുന്നു. അപ്പം ലോജിക്കലി ഒന്ന് ചിന്തിക്കുക, കോമൺ സെൻസിക്കലി ഒന്ന് ചിന്തിക്കുക. അങ്ങനെ ഒരു രാജ്യത്തെ റോഡുകളിലും റിവർ റൂട്ടുകളിലും യാതൊരുവിധ ക്രൈമും ഇല്ല എന്നങ്ങനെ പറയാൻ പറ്റുമോ? ചിലപ്പോൾ നമ്മുടെ നിർഭയം കൊണ്ട് പുള്ളി വല്ല ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, ഈ ഹുയാങ്സാങ്ങിന്റെ ബുക്കിൽ വല്ല എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ആ ടൈമിൽ റോഡ്സിലും റിവർ റൂട്ട്സിലും ഈ പറഞ്ഞ പോലെ ഒരു റോബേഴ്സും ഇല്ലായിരുന്നു, അത് ഭയങ്കര കുറ്റവിമുക്തമായിരുന്നു പുള്ളി നമ്മുടെ നിർഭാഗ്യത്തിന് എഴുതി വെച്ചിട്ടുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇല്ലാതെ എഴുതി കഴിഞ്ഞാൽ ഉത്തരം പോവും, ആ ചോദ്യം തെറ്റും. പക്ഷെ ഈ പറഞ്ഞ പോലെ ആ ഒരു ചാൻസ്, ആ ഒരു പ്രോസസ് ആയിരിക്കും നമ്മളെ കേൾക്കാൻ പോകുന്നത്. ആ കോമൺ സെൻസിക്കലി ചിന്തിച്ച് ഏറ്റവും പ്രോബബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതാ എന്ന് ചിന്തിക്കുന്ന ആ ഒരു പ്രോസസ്സിലാണ് നമ്മുടെ സക്സസ് ഇരിക്കുന്നത്. കുറച്ച് ചോദ്യങ്ങൾ പാളിപ്പോവും. ഇപ്പം ഇതിന്റെ അകത്ത് ഇപ്പം കോമൺ സെൻസിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ പറയേണ്ടത് അങ്ങനെ കംപ്ലീറ്റ്ലി ഇമ്മ്യൂൺ ആണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആൻസർ വരുന്നത് ബി ആണ്. ബി തന്നെ ആൻസർ. 2 and 3 ആണ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻസ്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബുക്കിലെ കാര്യമാണ് ചോദിക്കുന്നത്, ഒരു പക്ഷേ എഴുതി വെക്കാനൊരു സാധ്യതയുണ്ട്. പക്ഷെ ആ ഒരു പ്രോബബിലിറ്റി എലമെന്റ് നമ്മളൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏത് തട്ടായിരിക്കും ഇപ്പോഴും താന്നിരിക്കുന്നത്? ഇല്ലാതിരിക്കാനുള്ള സാധ്യതയല്ലേ? ആ ലീപ്പ് ഓഫ് ഫെയ്ത്ത്, ആ ഡിഫറൻസ് ആണ് നമ്മളെ മനസ്സിലാക്കാൻ പോകുന്നത്. ഇതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്ലെയിൻ ലോജിക്ക്, ഈ ആവശ്യമില്ലാതെ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ഗസ് എടുത്തു കഴിഞ്ഞാൽ ഇതും ഒരു ഈസി ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. ശങ്കറിന്റെ എൻവയോൺമെന്റ് ടെക്സ്റ്റ് തറവായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ സ്പൈഡർ മങ്കി എന്ന് പറയുന്ന ഒരു സാധനം, ഈ IUCN ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കുമല്ലോ, അതെന്താണെങ്കിലും പഠിച്ചിട്ടുള്ള ഒരു സാധനമാണ് ഇന്ത്യയിലുള്ള സ്പീഷീസിന്റെ. അത് പഠിക്കുമ്പോൾ നമുക്കറിയാം ഈ സ്പൈഡർ മങ്കി എന്ന് പറയുന്ന സാധനം നമ്മളത് കേട്ടുപോലുമില്ല. സ്റ്റാർ ടോട്ടോയിസ് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു സാധനമാണ്, മറ്റേ ഈ വിമാനത്താവളത്തിലൊക്കെ പിടിച്ചതിന്റെ. അതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് എ ആണ്. ഇതും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കൃത്യമായിട്ട് നമ്മളത് അറിഞ്ഞിരിക്കണം എന്നില്ല. വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി ഫൗണ്ട് ആസ് പൊല്യൂട്ടൻസ് ഇൻ ദ ഡ്രിങ്കിങ് വാട്ടർ ഇൻ സം പാർട്സ് ഓഫ് ഇന്ത്യ?
ഈ ഒരു ചോദ്യം എക്സാമിന് വന്നു, നമ്മളെ എക്സാം ഹോളിൽ ഇരിക്കുകയാണ്, ഇതിങ്ങനെ വരുന്നു. വായിക്കുമ്പോഴേക്കും ആഴ്സനിക്, സോർബിറ്റോൾ, ഫ്ലൂറൈഡ്, ഫോർമാൽഡിഹൈഡ്, യുറേനിയം. നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ടില്ല, അത് പഠിക്കേണ്ട ആവശ്യവും, അങ്ങനെ പഠിക്കുന്ന ഒരു രീതിയും തെറ്റാണ്. അപ്പൊ അറിയാത്ത ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്കിത് അറിയത്തില്ല, ഏതാ കൃത്യമായിട്ട് നമുക്കത് അറിയില്ല എന്നുണ്ടെങ്കിൽ റീഡ് ദ ക്വസ്റ്റ്യൻ അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് ഗീവ് പ്രൈമസി ടു കോമൺ സെൻസ്. പിന്നെയും വായിക്കുക, അതിൽ ഓരോ ടേമും വായിക്കുക, ഓരോ സ്റ്റേറ്റ്മെന്റ് വായിക്കുക. നമുക്ക് ഒരക്ഷരം പോലും മനസ്സിലാവാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ പോലും ആ ഉത്തരത്തിലേക്ക് ലീഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതിൻ്റെ അകത്ത് കാണും. അപ്പം ഇത് പിന്നെയും നമ്മൾ വായിക്കുന്നത്. ഇപ്പം അത്യാവശ്യം വായിച്ചിട്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ആ എക്സാം ഹോളിൽ ആൻസർ ചെയ്യാന്ന് വെക്കുക, ആഴ്സനിക് പൊല്യൂഷൻ, അതെനിക്ക് 100% ഉറപ്പ് ആഴ്സനിക് പൊല്യൂഷൻ ഉണ്ടെന്നുള്ളത്. കാരണം നമ്മൾ കേട്ടിട്ടുണ്ട് ആഴ്സനിക്കും, പിന്നെ അതുപോലെ തന്നെ ഫ്ലൂറൈഡ്, മധ്യപ്രദേശിലും യു പിയിലും ഒക്കെ ഫ്ലൂറൈഡ് പൊല്യൂഷൻ അത് ഭയങ്കര ഞാൻ കേട്ടിട്ടുണ്ട്. ഗ്രൗണ്ട് വാട്ടർ കുറയുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ ഫ്ലൂറൈഡ് പൊല്യൂഷൻ ഒക്കെ ആ സ്ഥലത്ത് ഉണ്ടാകുന്ന കാര്യം ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ 1ഉം 3ഉം ഫോർ എ ഫാക്ട് ഐ നോ ദാറ്റ് അത് പൊല്യൂട്ടൻസ് ആണ് എന്നുള്ളത്. അപ്പം 1ഉം 3ഉം ഇല്ലാത്തതൊക്കെ കളയുക, അധികം ഒന്നും കളയേണ്ട ആവശ്യം വരുന്നില്ല. 1ഉം 3ഉം ബാക്കി 3 സ്റ്റേറ്റ്മെന്റിലും ഉണ്ട്. ഇനി അടുത്തത് എങ്ങനെയെന്നുള്ളതാണ്. പൊല്യൂട്ടൻസ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ. ഈ ഡ്രിങ്കിങ് വാട്ടർ പൊല്യൂഷന്റെ ആ പ്രധാന ഒരു സംഭവം എന്താ? പലപ്പോഴും ഈ ഡ്രിങ്കിങ് വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ കോൺസ്റ്റിറ്റ്യുവൻസ് കോൺസെൻട്രേറ്റഡ് ആകുമ്പോഴാണ് ഡ്രിങ്കിങ് വാട്ടർ പൊല്യൂഷൻ ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് ഫ്ലൂറൈഡ് ഓൾറെഡി ഉള്ള സാധനമാണ്, പക്ഷെ വാട്ടർ കുറയുമ്പോഴേക്കും കോൺസെൻട്രേഷൻ കൂടുന്നതാണ്. ഈ ഒരു സാധനം ശങ്കർ എൻവയോൺമെന്റ് അകത്തുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ബേസിക് ടെക്സ്റ്റ് ബുക്കുകൾ തറ വായിക്കണം. അത് ശരിക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണം ചോദ്യത്തിൽ, അപ്പോഴേ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഈ ഒരു കാര്യം നമുക്കറിയാം. അതായത് എപ്പോഴും നാച്ചുറൽ പൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഡ്രിങ്കിങ് വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ ഒരു സ്റ്റേറ്റിനെയൊക്കെ എഫക്ട് ചെയ്യുന്ന രീതിയിൽ ഡ്രിങ്കിങ് വാട്ടർ പൊല്യൂഷൻ എപ്പോഴും ഉണ്ടാവാൻ കാര്യം വെച്ചാൽ ഇൻഡസ്ട്രിയൽ എഫ്ലുവന്റ് ഇതൊന്നും ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. ഇപ്പം ഒരു ഇൻഡസ്ട്രിയൽ എഫ്ലുവന്റ്, ഒരു കമ്പനിയുടെ അടുത്തുള്ള റിവർ പൊല്യൂട്ടഡ് ആയി, അതൊന്നും ഒരു ഡ്രിങ്കിങ് വാട്ടർ ഇഷ്യൂ ആയിട്ട് അത് മാറത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഏരിയയെ മാത്രമേ എഫക്ട് ചെയ്യത്തുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഒരു സംസ്ഥാനം മൊത്തം മലിനീകരിക്കാനുള്ള ഒരു പൊല്യൂഷൻ ഒരു ഫാക്ടറിയിൽ നിന്ന് വരുമെന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല. അതുകൊണ്ടാണ് എപ്പോഴും ഈ പറഞ്ഞ പോലെ ശങ്കർ എൻവയോൺമെന്റ് പറഞ്ഞ സാധനമുണ്ട്. അതായത് ആ പൊല്യൂഷൻ പലപ്പോഴും സംഭവിക്കുന്നത് ഗ്രൗണ്ട് വാട്ടറിന്റെ ലെവൽ കുറയുമ്പോൾ അതിൻ്റെ അകത്ത് കോൺസെൻട്രേഷൻ കൂടുന്നതാണ്. അപ്പം 1000 ലിറ്റർ വെള്ളത്തിന്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ഒരു 100 ml മെർക്കുറി ഉണ്ട്. അത് കുറഞ്ഞ് ഒരു 500 ml ആയി കഴിയുമ്പോഴും അതിൻ്റെ അകത്ത് 100 ml മെർക്കുറി ആവുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും ഭയങ്കര ഹൈ കോൺസെൻട്രേഷനിലുള്ള പൊല്യൂഷനാണ് അതിൻ്റെ അകത്തുള്ളത്. അത് കുടിക്കുന്നവരെ അഫക്ട് ചെയ്യും. അപ്പൊ ആ ഒരു സാധനം, ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് പിന്നെ ഒന്ന് വായിച്ചു നോക്കിയേ. ഈ യുറേനിയം എന്ന് പറയുന്നത് നാച്ചുറലി ഉണ്ടാകുന്ന ഒരു സാധനമാണ്, പക്ഷെ അത് പൊല്യൂട്ടൻസ് ആയി എന്നുള്ളത് ഞാൻ എവിടെ വായിച്ചിട്ടില്ല. അതുകൊണ്ട് 5 ഇല്ലാത്തൊരു സാധനം ഞാൻ എലിമിനേറ്റ് ചെയ്യത്തില്ല. പിന്നെ വായിച്ചേ, ഈ ഫോർമാൽഡിഹൈഡ് എന്ന് പറയുന്നത് അതൊരു നാച്ചുറലി ഒക്കറിംഗ് സബ്സ്റ്റൻസ് അല്ല, അതൊരു സെക്കൻഡറി, അതൊരു മാൻമെയ്ഡ് കെമിക്കലാണ് ഫോർമാൽഡിഹൈഡ് എന്ന് പറയുന്നത്. ഈ ഫോർമാലിൻ എന്ന് പറയുന്ന സാധനം എന്താ? നമ്മളത് ഫോർമാലിൻ എന്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കാറ്? കേട്ടിട്ടില്ല ആ സാധനം? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, ഫോർമാലിൻ നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നേ? മീനുകളിലൊക്കെ ഐസ് ഡെഡ് ബോഡീസ് ശവശരീരങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ കെമിക്കലാ ഫോർമാൽഡിഹൈഡ് എന്ന് പറഞ്ഞാല്. അത് ഇതിന്റെ ഭാഗമുള്ള സാധ്യതയുണ്ടോ? I don't think so. കോമൺ സെൻസിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ്, അല്ലേ? അപ്പോ ഈ പറഞ്ഞ ഫോർമാൽഡിഹൈഡ് ഉള്ള സാധനങ്ങൾ ഒന്ന് എലിമിനേറ്റ് ചെയ്തേ. പിന്നുള്ളത് എയും സിയുവാ. ഇതിന്റെ അകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഈ യുറേനിയം പൊല്യൂഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇഷ്യൂ ആണ്. അത് കേട്ടില്ലെങ്കിൽ പോലും അതൊരു നാച്ചുറലി ഓക്കറിംഗ് സബ്സ്റ്റൻസ് ആണ്. സോ സി ആണ് ആൻസർ. അപ്പൊ ഇതിന്റെ അകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ യുറേനിയം എന്ന് പറയുന്നത് വളരെ ചെറിയ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിൽ അതിന്റെ റിസർച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ അത് വരാതിരിക്കാനുള്ള സാധ്യത ഉണ്ടല്ലോ എന്ന് ചിന്തിച്ചാൽ നിങ്ങൾ എ ആൻസർ ചെയ്യും. അപ്പൊ തെറ്റിപ്പോകും, പക്ഷെ അതിനെപ്പറ്റി വിഷമിക്കേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രോസസ്സാണ്
എയോ സിഒ ഈസ് ഓക്കെ. ലോജിക്കലി നിങ്ങൾ എയോ സിഒ എത്തുകയാണെങ്കിലും നിങ്ങൾ ആ ഫുൾ എക്സാം കയറും, കാരണം നിങ്ങളുടെ പ്രോസസ്സ് കറക്റ്റ് ആണ്. ഇപ്പൊ കുറച്ചും കൂടെ വായിച്ച ഒരാളാണെങ്കിൽ യുറേനിയം പൊല്യൂഷനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും, ഡൗൺ ടു എർത്തിലേക്ക് ഒരുപാട് വന്നതാണ്. ആ പുള്ളി സി ആൻസർ ചെയ്യും. പക്ഷെ അത്രയും നോളജ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എ ആൻസർ ചെയ്യും. പക്ഷെ ഡോണ്ട് വറി, ദ പ്രോസസ് വിൽ ഗെറ്റ് യു ത്രൂ ദ പേപ്പർ. ഇത് തെറ്റുമായിരിക്കും, പക്ഷെ ഒരുപാടെണ്ണം ശരിയാവും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു അപ്രോച്ചിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. പല ചോദ്യങ്ങളും ഇങ്ങനെ ചെയ്യുമ്പോൾ തെറ്റും, പക്ഷെ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ സക്സസ് തന്നെ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം ഇത് ഒരു ഈസി ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ തന്നെയാണ്. വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ ഹിസ്റ്ററി, മെമ്പേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫ്രം ദ പ്രൊവിൻസസ് വേർ എങ്ങനെയാണ് ഇലക്ട് ചെയ്യുന്നത്? പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലീസിൽ നിന്നാണ് അവർ ഇലക്ട് ചെയ്തത്. അത് ഒരു ഈസി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണത്. ആ സ്പെക്ട്രത്തിന്റെ അകത്തുനിന്ന് അങ്ങനെ തന്നെ എടുത്ത് ചോദിച്ചിരിക്കുക. അതിന്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഈ ക്വസ്റ്റ്യൻ ഇത് കൺസിഡർ ഫോളോയിങ് ആനിമൽ: സീ കൗ, സീ ഹോഴ്സ്, സീ ലയൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ മാമൽസ്? ഈ സീ ഹോഴ്സ് എന്ന് പറയുന്ന സാധനം അത് എഗ് ലേയിങ് ആണ്. അത് പലർക്കും അറിയാവുന്ന ഒരു സാധനമായിരിക്കും. അത് മുട്ടയിട്ടിട്ട് ആണാണ് നിന്ന് വിരിയിക്കുന്നത്. അപ്പം അത് അറിയാമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞത് 2 ഉള്ളതെല്ലാം എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഈ സീ ലയണും സീ ഹോഴ്സും ഒക്കെ അതൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള സ്പീഷീസ് ആണ്. പിന്നെ ഈ സീക്കൗവിന്റെ കാര്യം, ഡുഗോങ്, സീക്കൗ നമ്മൾ എൻവയോൺമെന്റിൽ പഠിക്കുന്നതാണ്. അങ്ങനെ ഈ പറഞ്ഞ പോലെ എക്സാമിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിക്ക് ആവുകയെന്നുണ്ടെങ്കിൽ എഴുതാം. പിന്നെ അതുപോലെ തന്നെ ലയൺ എന്ന് പറയുന്ന വാക്ക്, സീക്കൗ ഡുഗോങ് ആണ്, അതൊരു മാമലാണ്, അതൊരു പക്ക വെജിറ്റേറിയൻ ആണെന്നുള്ളത് നമുക്ക് പഠിക്കുന്നവർക്ക് മനസ്സിലാവും ആ എൻവയോൺമെന്റ് ടെക്സ്റ്റ് ബുക്ക്. അതുപോലെ തന്നെ സീ ലയൺ എന്താ എന്ന് അറിയില്ലെങ്കിൽ പോലും ദ നെയിം did not there's a high probability that it can be a mammal. അപ്പം ഏറ്റവും ലോജിക്കലി പോയിന്റ് ചെയ്യുന്ന ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ആണ്, 1 and 3 ഉള്ളി. നയൻത് ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്പെക്ട്രത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഒരു ദിവസം 10 ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. 90 ദിവസത്തെ പ്രോഗ്രാം ആണല്ലോ. നേരത്തെ നിർത്തണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ 15 എണ്ണം എന്നുള്ള രീതിയിൽ നമുക്ക് പോകാം. എന്തായാലും ഇനിഷ്യലി നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുന്നത്, അതിന്റെ ആ ഒരു ഫ്ലെയർ കിട്ടുന്നത് വരെ നമുക്കൊരു 10 ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ തന്നെ പോകാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാമേ. ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യത്തിൽ ഏതെങ്കിലും ലോജിക്കലി കൊഹറന്റ് അല്ല നിങ്ങൾക്ക് തോന്നുവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അൾട്ടർനേറ്റീവ് സാധനം നിങ്ങളുടെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഗുണമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമേ. അപ്പം ഈ പറഞ്ഞ 10 ക്വസ്റ്റ്യൻസിന്റെ അകത്ത് ഞാൻ പറഞ്ഞ ഫാക്ടുകളും അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഒന്നും കൂടെ പോയി ചിന്തിക്കണം. ഇത് ഡെയിലി ഉള്ള ഒരു ക്ലാസ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ 10 ക്വസ്റ്റ്യന്റെ അകത്ത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി ചിന്തിച്ചിട്ട് നാളെ എൻ്റെ അടുത്ത് ചോദിച്ചാലും മതി. സാർ, ആ 8ാമത്തെ ചോദ്യത്തില് അതില് സം പാർട്സ് എന്ന് പറയുന്നത് ഒരു ക്ലൂ ആയിട്ട് എടുക്കാൻ പറ്റില്ലേ നമുക്ക്? യുറേനിയം ഇന്ത്യയിൽ ചില ജാർഖണ്ഡ് പോലത്തെ സംസ്ഥാനങ്ങളിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ തോന്നുകയാണെങ്കിൽ അത് കുത്താം. ഈ പറഞ്ഞ ഓരോരുത്തർക്കും അത് വർക്ക് ചെയ്യുന്നത് ഓരോ രീതിയിലായിരിക്കും. ഓരോരുത്തരുടെ നോളജ് ബേസ് ഡിഫറെന്റ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പ്രോസസ്സ് റൈറ്റ് ആക്കുക എന്നുള്ളതാണ് ഈ സെഷന്റെ ഉദ്ദേശം. നിങ്ങൾ ആ ചിന്തിക്കുന്ന രീതി കറക്റ്റ് ആക്കുക. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ വൈൽഡ് ഗസ്റ്റിലേക്കൊന്നും പോകരുത്. ആ ഒരു പ്രോസസ്സ് അറിയാവുന്ന ചോദ്യങ്ങളാണോ, അറിയാവുന്ന ഓപ്ഷൻസ് ഏതൊക്കെയുണ്ട്, അതില്ലാത്തത് നമുക്ക് എങ്ങനെ കോമൺ സെൻസിക്കലി എലിമിനേറ്റ് ചെയ്യാം, ആ ഒരു പ്രോസസ്സിലാണ് ചിന്തിക്കുന്നത്. ഇപ്പം അനുരാജ് ചിന്തിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഫൈൻ, അത് ഉത്തരത്തിലേക്ക് എത്തും. വേറൊരു രീതിയിലാണെങ്കിലും നമുക്ക് ആൻസറിലേക്ക് വരാം. സർ, മറ്റേ കേവ്സിന്റെ ക്വസ്റ്റ്യൻ ഇല്ലേ സർ? ബദാമി കേവ്സിന്റെ ഒറ്റ മിനിറ്റ് എടുത്തോട്ടെ. പറഞ്ഞു സർ. ആ കേവ്സിന്റെ ക്വസ്റ്റ്യനിൽ ഗസ് വർക്ക് ഭയങ്കര കൂടുതലല്ലേ സാർ? പറഞ്ഞ സെക്കൻഡ് പോയിന്റ് അജീവിക ഞാൻ സമ്മതിച്ചു സർ.
പക്ഷെ അജീവികയുടെ കാര്യം എന്ന് പറയുന്നത് ബിംബിസാര അജീവിക അല്ലായിരുന്നു. അപ്പൊ പിന്നെ അതിനുള്ള ചാൻസ് ഉണ്ടല്ലോ, നമുക്ക് അറിഞ്ഞൂടെങ്കിൽ എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പൊ ഭയങ്കര ചാൻസ് ഇല്ല 2 ശരിയാവാൻ സാധ്യതയുണ്ട് എന്നുള്ള. ഈ നമ്മള് മൗര്യൻ കേവ്സിനെ പറ്റി പറയുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ ചന്ദ്രഗുപ്ത മൗര്യൻ ആദ്യമേ അങ്ങ് പോകത്തില്ലേ? ഈ പറഞ്ഞ പോലെ ജൈനമത വിശ്വാസം സ്വീകരിച്ച് പുള്ളി അങ്ങ് പോവല്ലോ. പിന്നെ ബാക്കിയുള്ള കേവുകളെല്ലാം പണിയുന്നത് അശോകനും ദശരഥനും കൂടാ. മനസ്സിലായി സാർ. പക്ഷെ ചാൻസ് ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ജൈനിസം അജീവികൾക്ക് ഒരു സമയത്തല്ലേ വരുന്നത്. അതെ അതെ, ചാൻസ് ഉണ്ട്. ഞാൻ അതാ പറഞ്ഞ ആ ഒരു ചാൻസിന്റെ എലമെന്റില് നിങ്ങൾക്ക് ഇപ്പൊ രാജേഷിന് തോന്നുകയാണ് 2 ശരിയാവാന്നുണ്ടെങ്കിൽ 2 കുത്താം. ആ ഒരു ക്വസ്റ്റ്യൻ തെറ്റുമായിരിക്കും, പക്ഷെ ആ പ്രോസസ്സ് ബാക്കി ഒരുപാട് ചോദ്യങ്ങൾ ശരിയാക്കും രാജേഷ് ചെയ്യുന്നത്. എനിക്ക് മനസ്സിലായി സാർ. പക്ഷെ ഞാൻ വിചാരിച്ചത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണമെന്ന്. ഇതിന്റെ അതാണെങ്കിൽ ചാൻസ് ചെയ്യണം. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. ഈ പറഞ്ഞ പോലെ ഇങ്ങനെ മാക്സിമം ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. കാരണം നമുക്ക് ആ UPSC എക്സാമിന് അക്യുറസി വരുത്താൻ ഭയങ്കര പാടാണ്. നമുക്ക് ആ തെറ്റ് കുറയ്ക്കാനുള്ള നല്ല പാടുള്ള പരിപാടിയാണ്. ശരി കൂട്ടാനേ പറ്റത്തുള്ളൂ. അതിന് മാക്സിമം നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഒരു 90% എന്തായാലും പോകണം. ഇതാണെങ്കിൽ എനിക്ക് ഉറപ്പില്ലായിരുന്നു. 3 ശരിയാന്ന് അറിയായിരുന്നു, ബാക്കി 2 ഉറപ്പില്ലാത്തതുകൊണ്ട് ഭയങ്കര ഗസ്റ്റിന്റെ ചാൻസ് കൂടുതലാണ്ട് അറ്റൻഡ് ചെയ്യാം. ഇപ്പൊ ഇത് തന്നെ 1 നമുക്ക് ബേസിക് ടൈം ലൈൻ അറിയാമെങ്കിൽ 1 എന്തായാലും തെറ്റാൻ നമുക്കറിയാം. എയും പോവും ഡിയും പോവും. പിന്നെ ബാക്കിയുള്ളത് അങ്ങനെ ആ സാധനം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ഉത്തരം കറക്റ്റ് ആവാൻ 50-50 എത്തിക്കഴിഞ്ഞു. പിന്നെ അതിൻ്റെ അകത്ത് പിന്നെയും നമ്മൾ അതിലേക്ക് ഈ പറഞ്ഞ പോലെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും ചിലപ്പോൾ തെറ്റ് പറ്റാം. അത് തെറ്റ് പറ്റും. 10 ദിവസം ചെയ്യുമ്പോഴേക്കും ഒരു 3 തെറ്റിയാലും കുഴപ്പമില്ല, 4 തെറ്റിയാൽ പോലും കുഴപ്പമില്ല. നമ്മൾ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് അപ്പൊ അതിനെപ്പറ്റി പറയുകയുണ്ട. അത് ആ സാധനം എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ ക്ലാസ്സിനെ പറ്റി ഇന്ന് ചിന്തിക്കുക. പറഞ്ഞു സർ 3rd ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട്, ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സും റീജിയനുമായിട്ടുള്ള പറഞ്ഞിരുന്നു സർ. അത് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് കറക്റ്റ്ലി മാച്ച്ഡ് മാത്രമല്ലേ? അപ്പോ ഈ അറ്റ്ലസ് മൗണ്ടെയിൻസ് നമ്മുടെ 6th സ്റ്റാൻഡേർഡ് ജോഗ്രഫി NCERT-ലെ മാപ്പിനകത്തുണ്ട്. അപ്പോൾ അത് അറിയാവുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. എനിക്ക് ഈ ജോഗ്രഫി ഭയങ്കര പാടാണ്, പലപ്പോഴും എനിക്ക് കിട്ടാറില്ല. അതുകൊണ്ടാണ് ഞാൻ അത് പാടാൻ കിട്ടത്തില്ലെന്ന് പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ കണ്ടിട്ടുണ്ട്, പലപ്പോഴും ബേസിക് സാധനം പഠിക്കുമ്പോഴേക്കും ആക്ച്വലി ഈ പറഞ്ഞ എല്ലാ ചോദ്യങ്ങളും നമുക്ക് കിട്ടും. ഞാൻ ജോഗ്രഫി പറഞ്ഞപ്പോ 11th and 12th NCERT മാത്രമാണ് പറഞ്ഞത്. അപ്പോ അതാ ഞാൻ പറഞ്ഞത് 6th മുതൽ 6th NCERT-ക്ക് അതാണ് ആക്ച്വലി ആ പടം. ഒന്നുകൂടെ പറയാമോ? അല്ല സർ, പഠിക്കണമെന്ന് പറഞ്ഞപ്പോ ജോഗ്രഫിയില് 11th and 12th NCERT പറഞ്ഞത്. പക്ഷെ ഈ ഒരു ഫിഗർ ഉള്ളത് 6th NCERT-ക്കകത്താണ് ജോഗ്രഫി. അതാണ് ആ ഒരു കോസ്റ്റ് എഫക്റ്റീവ് രീതി അനുസരിച്ച് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഈ പറഞ്ഞ എക്സ്ട്രാ പഠിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഓക്കെ, അല്ല ഞാൻ ചോദിച്ചാണ്. അപ്പൊ 6th മുതലേ ഇപ്പൊ ഈ ഒറ്റ ചോദ്യം ബേസ് ചെയ്ത് അങ്ങനെ ആ 6th തൊട്ട് വായിക്കേണ്ട കാര്യമില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ഞാൻ ആ പറഞ്ഞ ബുക്ക് വായിക്കുന്നതാണ്. ഓക്കെ. അപ്പൊ ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നാളെ ചോദിച്ചാൽ മതിയേ. അപ്പൊ നാളെ കാണാം. ബൈ.